ഇന്ന് നമ്മൾ നാളികേരവും പാൽപ്പൊടിയും കൊണ്ടുള്ള ഒരു ബർഫിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക ഒരു പാനിലേക്ക്. ഒപ്പം തന്നെ 1/2 കപ്പ് ചിരകിയ നാളികേരം കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് റോസ്റ്റാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഈ നാളികേരം നമ്മൾ ഉടച്ചതിന് ശേഷം ഒരു ദിവസം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം ഒന്ന് ചിരകി എടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തരിയായിട്ട് ഇതുപോലെ ചെറിയ തരിയായിട്ട് ചിരകിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിലത്തെ നാളികേരത്തിലത്തെ ജലാംശം എല്ലാം ഒരുവിധം വറ്റിയിട്ടുണ്ട്. ഇത്രയും മതി. ഇതൊന്ന് ഡ്രൈ ആയാൽ മതി. അത് മാറ്റി വയ്ക്കാം. മുഴുവനോടെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതേ പാനിലേക്ക് തന്നെ 1/2 കപ്പ് പാല് കാച്ചി ചൂടാറിയ പാൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ നിറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. പിന്നെ 2 കപ്പ് പാൽപ്പൊടി, മധുരമുള്ള പാൽപ്പൊടിയാണ് ഇവിടെ ചേർത്തേക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി ആ പാൽപ്പൊടി എല്ലാം നന്നായി അലിഞ്ഞതിന് ശേഷം മാത്രം ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമ്മളിവിടെ കപ്പ് എടുക്കുന്നത് 250 ml മെഷറിംഗ് കപ്പാണ്. അതാണ് നമ്മൾ സാധാരണ എടുക്കാറ്. ആ കപ്പിലാണ് എല്ലാം അളന്നിട്ടുള്ളത്. 2 കപ്പ് പാൽപ്പൊടി എടുത്തിട്ടുള്ളതും അതേ കപ്പിൽ തന്നെയാണ്. ഇനി ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് വറ്റി വലിഞ്ഞ് വരുന്നത് വരെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ എല്ലാം കൂടി ഒന്നായിട്ട് പാനിൽ നിന്ന് വിട്ടുപോരുന്ന ഒരു പരുവം. നമ്മളിങ്ങനെ കയ്യിലുകൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ ആ ഷേപ്പ് അവിടെ തന്നെ ഹോൾഡായി നിൽക്കുന്ന ആ ഒരു പരുവം വരെ ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന നാളികേരം കൂടെ ചേർത്തിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഫ്ലെയിം ഓഫ് ആക്കുക വേണ്ട. ഇനി ഇത് നന്നായിട്ട് ചൂടാറണം. നന്നായിട്ട് മിക്സ് ആക്കണ്ട നാളികേരം എല്ലാം. അത് കഴിഞ്ഞ് അത് ഒരുവിധം ഒന്ന് ചൂടാറുമ്പോൾ കയ്യിൽ കുറച്ച് നെയ്യ് തടവിയതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഇത് ഉരുട്ടിയെടുക്കാം. സ്ക്വയർ പീസ് ആക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ സെറ്റാക്കിയിട്ട് മുറിച്ചെടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് നാളികേരം എക്സ്ട്രാ ഒന്ന് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഉണ്ടകൾ ചെറിയതാക്കിയിട്ട് ഒന്ന് ഉരുട്ടിയിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് റോൾ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക.